ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൾക്ക് പറഞ്ഞാൽ പോകുന്നത് നമ്മൾ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം, പ്ലസ് ഗൈസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. സോ ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞാൽ ഇത് സംഭവം ഒരു ഗൈഡ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഇതുവരെയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഗൈസ്, ഇപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്തായാലും നമ്മുടെ സ്മാർട്ട് ഫോണിൽ എന്തായാലും ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. സോ ഞാൻ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് എൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യമേ തന്നെ ജസ്റ്റ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ആയിട്ട് ചാറ്റ്സ് ഒന്നും കാണത്തില്ല. സോ ഗൈസ്, ഇപ്പോൾ നമുക്ക് ചാറ്റ്സ് ഒക്കെ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഗൈസ് സിമ്പിളായിട്ട് നമ്മുടെ പെൻസിലിൻ്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ പെൻസിലിൻ്റെ ഐക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് അവിടെ നിന്ന് നമ്മുടെ കോൺടാക്ട്സിൽ നിങ്ങൾക്ക് ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും ചാറ്റ് വല്ലതും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് ജസ്റ്റ് ആ കോൺടാക്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപോലെ പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ഈ ചാറ്റിൻ്റെ സ്ക്രീനിലേക്ക് നമ്മുടെ ഈ ആരൊക്കെയാണ് നമ്മൾ ചാറ്റ് ചെയ്ത് അവരെല്ലാം വരുന്നതായിരിക്കും. പിന്നെ അടുത്തായിട്ട് നമ്മളുടെ ഏതെങ്കിലും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി മെമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോ അവർ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇല്ലെങ്കിൽ സോ നിങ്ങൾക്ക് ഇവരെ ജസ്റ്റ് ഡയറക്റ്റ്ലി ഇവിടുന്ന് ഇൻവൈറ്റ് ചെയ്യാവുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ 3 ഡോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ലിങ്ക് കിട്ടുന്നുണ്ട്. സോ ഡയറക്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഷെയർ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു സംഭവത്തിൽ കൂടെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് കോപ്പി ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതായിരിക്കും. ശേഷം അവർ ഡയറക്റ്റ് നമ്മുടെ സിഗ്നൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് വരുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ വേറൊരു സ്മാർട്ട് ഫോണിൽ ഞാൻ ജസ്റ്റ് ഒരു ചാറ്റ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കി വെച്ചേക്കുകയാണ്. സോ ഇത് ഇതിനകത്ത് ഞാൻ ഡയറക്റ്റ്ലി പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാറ്റ് ഫുൾ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഹൈ ജസ്റ്റ് ഒന്ന് അടിക്കുവാണ്. സോ അപ്പോൾ നമ്മൾ ഹായ് അടിച്ചതിന് ശേഷം ഡയറക്റ്റ് ഇവിടുന്ന് സെൻഡ് ആവുന്നതായിരിക്കും. സെൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഡബിൾ ടിക്ക് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് വരുന്നത്. നമ്മളെ വാട്സപ്പിലെ പോലത്തെ സെയിം സംഭവമാണ്. സോ നമുക്ക് ഡബിൾ ടിക്ക് ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ നമ്മുടെ ഡബിൾ ടിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയച്ച സംഭവം അവിടെ കറക്റ്റായിട്ട് റിസീവ് ആയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വ്യൂവർ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആൾ നമ്മൾ ഈ അയച്ച ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാകട്ടെ സോ നമ്മൾ അയച്ച സംഭവം അവർ കയറി വ്യൂ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഡബിൾ ടിക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ നമ്മൾ സംഭവത്തിൽ വരും. സോ ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ സംഭവം ആരെങ്കിലും കണ്ടോ, പിന്നെ ഇത് ഡെലിവർ ആയോ, സോ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്. അടുത്തിട്ട് നമ്മളുടെ മീഡിയ, ഫോട്ടോസ്, ഗാലറി എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും അയക്കണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ ഈ ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗൈസ്, ഇപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുള്ളത് നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും എന്തൊക്കെ വീഡിയോ ഉണ്ട് അതെല്ലാം വരുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഫോർ എക്സാമ്പിളിന് ഏതെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാണ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ ഡയറക്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ സെൻഡ് ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ ഇതിനകത്ത് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മൾ സെൻഡ് ആവുന്നതായിരിക്കും. സോ ഇതുപോലെ തന്നെ നമുക്ക് മീഡിയാസും വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഓഡിയോ മെയിനായിട്ട് നമ്മുടെ ഓഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം സോ ഇതിപ്പോൾ നമ്മുടെ ഓഡിയോ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് ഓഡിയോൻ്റെ ഒരു മൈക്ക് പോലത്തെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. സോ ഇതിനകത്ത് പ്രസ് ചെയ്തതിന് ശേഷം അവർ ചോദിക്കുന്ന പെർമിഷൻ ജസ്റ്റ് ഒന്ന് അലൗ ചെയ്ത് കൊടുക്കുക. സോ ഇത് അലൗ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് നിങ്ങൾ ഡയറക്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് പറയാനുള്ളത് ജസ്റ്റ് പറയാനതിന് ശേഷം ഡയറക്റ്റ് നൈസായിട്ട് അങ്ങ് സംഭവം ജസ്റ്റ് സെൻഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് ഷോർട്ടായിട്ടുള്ള നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് വീഡിയോസിൻ്റെ സംഭവത്തിൽ ജസ്റ്റ് പ്രസ് ചെയ്യാൻ ശേഷം ജസ്റ്റ് നമ്മൾ പെർമിഷൻ അലൗ ചെയ്യുക. പിന്നെ അറ്റ് ലാസ്റ്റ് കേസ് നമുക്ക് ആ ഐക്കണിൽ വീണ്ടും പ്രസ് ചെയ്യുക. പിന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ശേഷം ഡയറക്റ്റ് സെൻഡ് ആവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഈച്ച് ആൻഡ് എവറി ഫീച്ചേഴ്സൊന്നും ഞാൻ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നില്ല. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സാണ് ഞാൻ പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇനി സംസാരിക്കുക നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് നമ്മൾ ഈ സംഭവത്തിൽ സെക്യൂരിറ്റി ആക്കി വെക്കാൻ വേണ്ടി നമുക്ക് ആയിരിക്കും. സോ അതിന് വേണ്ടി തന്നെ ആദ്യമേ തന്നെ നമ്മൾ ലോഗോയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. സോ ഞാൻ ഇവിടെ എൻ്റെ ചാനലിൻ്റെ ലോഗാണ് ജസ്റ്റ് ഇട്ട് വെച്ചേക്കുന്നത്. സോ ടെക്നോ എന്ന് ഞാൻ ജസ്റ്റ് പേരിട്ട് വെച്ചേക്കാണ്. അടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുള്ളത് ജസ്റ്റ് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന ശേഷം ഡയറക്റ്റ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്കും ഡയറക്റ്റ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ എനേബിൾ ആവുന്നതായിരിക്കും. പക്ഷേ കേസ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ സിസ്റ്റത്തിൽ നിങ്ങൾ ജസ്റ്റ് എനേബിൾ ആക്കി വെക്കണം, എന്നാലേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളൂ. സോ ഇപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ചിന്തിക്കും ഇനി ആപ്ലിക്കേഷൻ ക്ലോസ് ആയിട്ട് ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ട് വീണ്ടും വരുന്നത്
വരുന്നതായിരിക്കും എന്ന്. പക്ഷേ നമുക്കിതാ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ഞാൻ ജസ്റ്റ് ഹോമിൽ ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ താഴോട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് താഴോട്ടാകുമ്പോഴത്തേക്കും നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ ഇവിടെ ഒരു ലോക്ക് എന്നും പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ വരും. സോ നിങ്ങൾ അതിനകത്ത് ജസ്റ്റ് നൈസ്ലി ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സംഭവം ലോക്ക് ആവുന്നതായിരിക്കും, സിഗ്നൽ ആപ്ലിക്കേഷൻ ലോക്ക് ആവുന്നതായിരിക്കും. ഇനി നമ്മൾ ഇപ്പോൾ ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മാനുവലായിട്ട് ചെയ്യണം, എന്നാലും ഇത് കറക്റ്റായിട്ട് ലോക്ക് ആവുകയുള്ളൂ. സോ ഇനി ആരെങ്കിലും നമ്മുടെ ഫോൺ വല്ലയിടത്തതിന് ശേഷം സിഗ്നൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ നോക്കുവാണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആവശ്യം കാണും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്നല്ല, ഞാൻ ജസ്റ്റ് ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മുടെ സിഗ്നൽ ആപ്ലിക്കേഷൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുവാണ്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ജസ്റ്റ് ഇതാ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഇവിടെ ടിക്ക് ഒരു ഐക്കൺ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മൾ നേരെ നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് എത്തും. ഇനി കഴിച്ച് നമ്മുടെ തീം കാര്യങ്ങളൊക്കെ ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് തീംസ് എന്ന ഓപ്ഷൻ ജസ്റ്റ് പ്രസ് ചെയ്യാൻ ശേഷം നമുക്ക് ഡാർക്ക് തീം വേണമെങ്കിൽ ഡാർക്ക് തീം വെക്കാം, ലൈറ്റ് തീം വേണമെങ്കിൽ ലൈറ്റ് തീം വെക്കാം. പിന്നെ നമുക്ക് കുറേ കസ്റ്റമൈസബിൾ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നോട്ടിഫിക്കേഷൻസ് പറയുന്ന ഒരു ഓപ്ഷൻ ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ചെയ്തില്ല വേണ്ട വൈബ്രേഷൻ വേണോ ഇതെല്ലാം നമുക്ക് സെറ്റ് ആവുന്നതായിരിക്കും. വൈബ്രേഷൻ ഓൺ ആക്കിയാൽ നമുക്ക് വൈബ്രേഷൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് വൈബ്രേഷൻ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നോട്ടിഫിക്കേഷൻ LED ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമുക്ക് LED ലൈറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ബ്ലൂ വേണോ, റെഡ് വേണോ, ഗ്രീൻ വേണോ, ഏത് കളറും നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. സോ ഇത് നല്ല ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ്. സോ നമ്മുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ഈ റിംഗ് ടോൺ കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് കോൾ വരുമ്പോൾ റിംഗ് ടോൺ കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ള റിംഗ് ടോൺ നമുക്ക് എല്ലാ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യാവുന്നതായിരിക്കും. നമ്മുടെ ഫയൽ മാനേജറിൽ നമുക്ക് എടുക്കാവുന്നതായിരിക്കും. നമ്മൾ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏത് റിംഗ് ടോൺ നമുക്ക് എടുക്കാവുന്നതായിരിക്കും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് നമുക്ക് പെൻസിൽ ഐക്കൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. പെൻസിൽ ഐക്കൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് മേളിൽ ഓപ്ഷൻ കിട്ടുന്നതാണ്. അതിനകത്ത് ജസ്റ്റ് നൈസായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിനകത്ത് പ്രസ് ചെയ്യുന്ന ശേഷം നമുക്ക് ഏതൊക്കെ ആൾക്കാരാണ് ആഡ് ചെയ്യേണ്ടത് അവരുടെ പേര് ജസ്റ്റ് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് ഇവിടെ മാനുവലായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ഈ ഗോ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ പ്രസ് ചെയ്യുന്ന ശേഷം നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ആൾക്കാർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതായിരിക്കും. അതിനുശേഷം ജസ്റ്റ് കണ്ടിന്യൂ പ്രസ് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ സിഗ്നൽ ആപ്ലിക്കേഷൻ ചെറുതായിട്ടൊരു ഗൈഡിനെ കുറിച്ച്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല ടിപ്സ് ആൻഡ് ട്രിക്സും പിന്നെ ഇതിൻ്റെ വേറെ കുറേ ഫീച്ചേഴ്സിൻ്റെ ഹിഡൻ ടിപ്സ് ട്രിക്സിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഇപ്പം തന്നെ ഗൈസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ജസ്റ്റ് കമൻറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അപ്പോൾ തന്നെ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് കാര്യമായിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത പോലെ ബെല്ലൈക്കൺ ജസ്റ്റ് എന്നെ വിളിച്ചത് വെക്കുക. എന്നാൽ എല്ലായിടത്തും പിടിച്ചില്ല അപ്പം തന്നെ ടൈമിൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. ഗൈസ്, അപ്പം നമുക്ക് അടുത്ത ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.